തവളയെ പേടിപ്പിക്കാൻ താറാവ്, താറാവിനെ പിടിച്ചു തിന്നാനേ പട്ടി. നമ്മുടെ ഇവിടെയൊക്കെ നിറച്ച് പട്ടികളാണ്, തെരുവ് പട്ടികള്, തെണ്ടി പട്ടികള്. അപ്പം നമ്മൾ താറാവിനെ പിടിച്ചു തിന്നും. അതുകൊണ്ടാണ് അപ്പൂപ്പൻ ഈ കൂട്ടിലിട്ട് പൂട്ടണ്. കോഴിയുടെ പോലെയൊന്നും താറാവ് ഓടില്ല. കോഴി അതിന് പട്ടി വന്നില്ലേ കുറെ ഓടും, അത് കഴിഞ്ഞപ്പോൾ പറന്നിട്ട് മരത്തിന്റെ മുകളിൽ ഇരിക്കും, അപ്പൊ രക്ഷപ്പെടാം. അപ്പൊ നമ്മളുടെ താറാവിനെ വളർത്തുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തല്ല. താറാവ് ചതുപ്പ് നിലത്തിലാണ് വളരുക, മനസ്സിലാ? ഇപ്പൊ പുഴ അല്ലെങ്കിൽ കായൽ തീരങ്ങള് അവിടേക്കാണ്. അപ്പോൾ പട്ടിയോ കൂർക്കണമെങ്കിൽ താറാവ് നേരെ കുളത്തിൽ എടുത്ത് ചാടും, അല്ലെങ്കിൽ പുഴയിലേക്ക് ചാടും. അപ്പോൾ പട്ടിക്ക് ചാടാൻ പറ്റുമോ? അപ്പൊ താറാവ് രക്ഷപ്പെടും. നമ്മളുടെ ഇവിടെ ഒന്നും വെള്ളമില്ല, കണ്ട, ഇതൊക്കെ കരഭൂമിയല്ലേ, ഇവിടെ ഒന്നും താറാവിനെ വളർത്തില്ല. അപ്പൊ നമ്മളുടെ പട്ടി വന്നിട്ടുണ്ടെങ്കിൽ താറാവ് പതുക്കെയാണ് ഓടുള്ളൂ, ഒരു 4 കിലോമീറ്റർ സ്പീഡിൽ. അതായത് എസ്റ്റൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ താറാവിനെ പിടിക്കാം, പക്ഷെ കോഴീനെ ഓടിച്ചാൽ എസ്റ്റലിന് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് കണ്ട, താറാവ് ഈ ചതുപ്പില്ലേ, ചതുപ്പ് നിലത്തിലൊക്കെ ഉള്ള തവള കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ കുറേശ്ശെ വെള്ളം ഉള്ളിടത്തൊക്കെ മീൻ കുഞ്ഞുങ്ങള്, ഇതിനൊക്കെയാണ് പിടിച്ചിരുന്നത്, കണ്ടോ? അപ്പൊ താറാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എവിടെയാ? വെള്ളത്തില്. അതിന് വെള്ളത്തിൽ നിന്ന് തിന്നാൻ പറ്റുള്ളൂ, കണ്ടോ? ഈ ഭക്ഷണമൊക്കെ നമ്മൾ ഈ ചട്ടിയിലുള്ള വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ താറാവ് തിന്നത് കാണിച്ചാൽ അപ്പോൾ കണ്ടോ, ഇവിടെ നോക്കിക്കോ, കണ്ടോ? അപ്പം നമ്മൾ താറാവിന് വളർത്തുന്നത് എവിടെയാ വേണ്ടത്? നമ്മുടെ കുട്ടനാട്, അല്ലെങ്കിൽ പുഴകൾ, അല്ലെങ്കിൽ കുളം, ഇതൊക്കെ ഉള്ളിടത്ത് വേണം. അപ്പോൾ പട്ടിയോ കുറുക്കനോ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവ് ഇതുപോലെ വെള്ളത്തിൽ ചാടും. അതിലുള്ള മീനുകളെ, തവള കുഞ്ഞുങ്ങൾ, അതിനൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുഞ്ഞ്, ഇതിനൊക്കെ പിടിച്ചു തിന്നും, കണ്ടോ? താറാവ് തിന്നണ കണ്ട. അപ്പൂപ്പൻ്റെ ചെറുപ്പകാലത്തൊക്കെ താറാവ് കൂട്ടങ്ങൾ ഇങ്ങനെ വരും. താറാവിനെ കൊണ്ടുവരും എവിടെ? പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ. എന്നിട്ട് ആ കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്തൊക്കെ കുറേ നെല്ലുമണികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ, ചെളി വെള്ളമല്ലേ, ചതുപ്പ് നില, അവിടെയൊക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ താറാവ് തിന്നും. പിന്നെ തവളയുടെ കുഞ്ഞുങ്ങള്, പാമ്പിൻ്റെ കുഞ്ഞുങ്ങള്, ഇതിനൊക്കെ പിടിച്ചു തിന്നും. എന്നിട്ട് 2-3 ദിവസം നമ്മുടെ അപ്പൂപ്പൻ്റെ നെൽപ്പാടത്ത് ഇങ്ങനെ നടക്കും. അത് കഴിയുമ്പോൾ അപ്പൂപ്പന് താറാവ് മുട്ട കൊടുക്കും. അതൊക്കെയാണ് അപ്പൂപ്പൻ കൊണ്ടുവരും വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പുഴുങ്ങി തിന്നും. പണ്ട് കാലത്തൊന്നും കോഴിമുട്ടയും താറാവ് മുട്ടയൊന്നും കാശ് കൊടുത്താലൊന്നും കിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ താറാവ് ഭക്ഷണം കഴിക്കുന്ന നോക്കിയാൽ? കണ്ടില്ല, നല്ല ഭംഗിയാണ്ടോ താറാവ് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇത് കൂടെ കൊക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ കളയും. ആ ഭക്ഷണമൊക്കെ അത് തിന്നും, കണ്ടോ? കോഴിക്ക് തിന്നാനും പറ്റില്ല, കോഴി അങ്ങനെയല്ല കഴിക്കുക, കണ്ടോ? കോഴിക്ക് ഇവിടെ കരയിൽ കിടക്കണ നെല്ലുമണി, അല്ലെങ്കിൽ പഴുതാര, തേള്, ഓന്തിൻ്റെ കുഞ്ഞി, അതിനൊക്കെ തിന്നും. അപ്പൊ താറാവിനെ വളർത്തുന്നത് ഇവിടെ അല്ല, കണ്ടോ? താറാവിൻ്റെ കഴുത്തിൽ പിടിച്ച് കൊണ്ടുപോയാൽ താറാവ് ചത്തുപോയില്ല, കണ്ടോ? കഴുത്തിൽ പിടിച്ചാൽ കണ്ടോ? അതേസമയം കോഴീനെ പിടിച്ചാലോ, കോഴി ഒരു 2-3 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാലേ കോഴി ചത്തുപോകും. അപ്പൊ കള്ളന്മാർക്കൊക്കെ താറാവിന് രാത്രി കട്ടുകൊണ്ടുപോകാൻ നല്ല സുഖമാണ്. എന്താ കാരണം? താറാവ് ഓടില്ല, അതിനങ്ങോട്ട് കഴുത്തിൽ പിടിച്ചു കൊണ്ടുപോകാം, അതൊരു ശബ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ട് താറാവിനെ വളർത്തണവരില്ലേ, താറാവുകാർ, അവര് ഈ താറാവ് കൂട്ടം അങ്ങനെ ഇരുട്ടാവുമ്പോഴേ നിൽക്കണതിൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വല്ലവരും കട്ടുകൊണ്ടുപോകും. അപ്പോൾ ഇത് താറാവ് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? അത് നമ്മൾ എടുത്തുകൊണ്ട് പോയില്ലെങ്കിലേ ഈ കാക്ക ഉണ്ട് അവിടെ ഇരുന്ന് കാക്കാന്ന് വിളിക്കുന്നത്, അവൻ വന്നിട്ട് നമ്മളെ താറാവ് മുട്ട എടുത്തുകൊണ്ട് പോകും, നമുക്ക് കിട്ടില്ല. അത് വിരിഞ്ഞിട്ട് കുഞ്ഞൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വിരിഞ്ഞ് കുഞ്ഞുണ്ടാവണമെങ്കിലേ താറാവ് അടയിരിക്കില്ല, കോഴിയുടെ പോലെ അടയിരിക്കില്ല. ഇത് കൊണ്ടായിട്ട് നമ്മൾ കോഴിയുടെ അകിടിൽ വെച്ച് കൊടുക്കും. അപ്പോൾ കോഴി ഇരുന്ന് കുഞ്ഞുങ്ങളാവും. അത് കണ്ടോ? അങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ താറാവിൻ്റെ കുഞ്ഞുണ്ടാക്കുന്നത്. ആരാ? കോഴിക്ക് വെച്ച് കൊടുക്കണം, കണ്ടോ? ഈ താറാമുട്ട അപ്പോൾ നമ്മളിവിടെ വെക്കണില്ല, നമുക്ക് അകത്തുകൊണ്ട് വയ്ക്കാം.
കണ്ടോ, നല്ല താറാവ് മുട്ട കണ്ട. ഇതാണ് താറാവ് മുട്ട. കോഴിമുട്ടയേക്കാളും ഇരട്ടി വലുപ്പമാണ് താറാവ് മുട്ടയുടെ വലുപ്പം. തക്കടി മുണ്ടൻ താറാവ് പാട്ട് കേട്ടിട്ടുണ്ടോ? ആ താറാവിന്റെ വയറ്റിലാ. താറാവിന്റെ വയറ്റില് താറാവ് മുട്ട മുഴുവനൊന്നുമില്ല. ഒരു ദിവസം ഒരു മുട്ടയിടുള്ളൂ. അപ്പൊ നീയേ പൊന്മുട്ട ഇടുന്ന താറാവിന്റെ കഥ കേട്ടിട്ടുണ്ടാ എസ്റ്റല്? നമ്മുടെ സബിയമ്മൂമ്മയുടെ അകത്ത് ചെല്ലുമ്പോ ചോദിച്ചറിയേ. അപ്പൂപ്പന് സമയമില്ല, അപ്പൂപ്പൻ കുളിച്ച് ഡ്രസ് മാറി പോകാൻ പോണം. താറാവിനെ കുളിപ്പിക്കണ കാണിച്ചു തരാം. കോഴീനെ കുളിപ്പിച്ചാലേ, എന്നും കുളിപ്പിച്ചാൽ കോഴി ചത്തുവും. താറാവിനെ കുളിപ്പിച്ചാൽ കുഴപ്പമില്ല, അപ്പൂപ്പൻ കാണിച്ചു തരാം. താറാവിനെ നമുക്ക് ഇനി സമയം കിട്ടുമ്പോൾ കുളത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയിടാം. അപ്പം അവിടെ കിടന്ന് നീന്തി കളിക്കുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ചാടി പോയി കുഴപ്പം കണ്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടായിട്ട് നേരെ കൂട്ടിലിട്ട് പൂട്ടാം. അല്ലെങ്കിൽ നമ്മുടെ തെരുവ് നായ്ക്കൾ, തെണ്ടിപ്പട്ടികളല്ലേ, അത് വന്നിട്ട് പിടിച്ചു തിന്നും. അവ അവിടെ കിടക്കട്ടെ, പൂട്ടി ലോക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ പ്ലേറ്റൊക്കെ, ഭക്ഷണം കൊണ്ടുവന്ന പ്ലേറ്റൊക്കെ ഉണ്ടായിട്ട് അകത്ത് വെച്ചിട്ട് അപ്പാപ്പൻ പോവാൻ നോക്കാം. അപ്പം നീ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ കഥയൊക്കെ അമ്മൂമ്മയോട് ചോദിച്ച് അറിയാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ താറാവിനെ? അതിന് നമ്മൾ ടൂർ പോകുമ്പോഴാണെങ്കിൽ താറാവിനെയും കൊണ്ട് പോവാം. എന്നിട്ട് ആ പുഴയിലൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂർ പോവും. അപ്പോൾ താറാവിനെ നമുക്കൊരു കൊട്ടയിലിട്ട് കൊണ്ടുപോകാം. അതൊക്കെ ആവാം, നമുക്ക് സേഫായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ആ നിന്റെ താറാവിനെ കൊണ്ടുവരണ്ടെന്ന് ആരാ പറഞ്ഞേ? നീ ഓർമ്മിപ്പിച്ചാ? ആ എവരിബഡി ഫോർഗെറ്റ്. നിന്റെ ഡക്കിനെ ഈ കുളത്തിൽ കൊണ്ടുവന്നിടായിരുന്നു, അല്ല കുളയുള്ള ഈ പുഴയിലെ കൊണ്ടുവന്നിടായിരുന്നു. കണ്ടോ, വെള്ളത്തില് നീന്തി ഇങ്ങനെ പുഴന്ത് കാണാറുന്നില്ലേ. അപ്പൂപ്പൻ മറന്നു, നീയും മറന്നു.